നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളും നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100 എന്ന നമ്പറിലേക്ക്. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. കുറേ നാളായി മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവമൊക്കെ ആയിട്ടൊരു മെസ്സേജ് ഉണ്ട്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഹരി പത്രാവരം എന്ന് പറയും, സൂര്യ ടി വിന്നാ. ഓ സോറി സർ, ടൗണിലായിരുന്നു. ബസ്സിലായിരുന്നു? എവിടായിരുന്നു? ടൗണില്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ? ഞാനിവിടെ സൈഡിലോട്ട് നിൽക്കുന്നുണ്ട്. സൈഡിലോട്ട് നിൽക്കുന്നു, എന്ത് സംസാരിച്ചാ പോരെ നമുക്ക്? ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് പറയാം. 24/12/1984. സമയം വൈകുന്നേരം 7 മണി. വൈകിട്ട് 7 മണി. ഉത്രാടം നക്ഷത്രം. തിങ്കളാഴ്ച ദിവസം, ധനു 9-ാം തീയതി. അതെ സർ. മോള് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ടോ? എല്ലാം എഴുതുന്നുണ്ട് മോളെ. നല്ല തടസ്സങ്ങളുടെ പീരീഡ് ഒക്കെ ഇങ്ങനെ കഴിയാണ് മോളെ. ടെസ്റ്റ് എഴുതി ഒരു നല്ല ജോലിക്ക് കയറണം മോളെ. മോക്ക് നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. PSC എക്സാംസ് ഒക്കെ ഇനി എഴുതാനുള്ള സമയം ഉണ്ടോ മോളെ? ഉണ്ട്. ഇപ്പോ HSAയും HSSC ഒക്കെ അപേക്ഷ അയച്ചിട്ടുണ്ട്. ശരി മോള് കുറച്ചുകൂടി ടെൻഷൻ ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റി വെക്കണം. ടെൻഷൻ മാറ്റി വെച്ചിട്ട് മോള് ഭയങ്കര ആത്മവിശ്വാസത്തോടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ടെൻഷൻ അടിച്ചാൽ മോക്ക് കിട്ടേണ്ടുന്ന പല കാര്യങ്ങളും ലാസ്റ്റ് മൊമെന്റിൽ കൈവിട്ടു പോകും. അതുകൊണ്ട് ടെൻഷൻ മാറ്റി വെച്ചിട്ട് വളരെ സിൻസിയർ ആയിട്ട് മോള് മുമ്പോട്ട് പോകാൻ വേണ്ടി നോക്കണം. തീർച്ചയായിട്ടും മോക്ക് നല്ലൊരു ജോലി കിട്ടുന്നതിനും നല്ല രീതിയിൽ പോകുന്നതിനും സാധിക്കുന്ന ആളാണ്. അപ്പൊ അതിനുവേണ്ടി എന്തു മോളെ? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 4/1/2013. സമയം 7:51 AM. മോളെ ഉത്തര നക്ഷത്രം. ഇവന് പഠിത്തമൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ അശ്രദ്ധയൊക്കെ ഉള്ള ഒരാളാണ്. ശ്രദ്ധക്കുറവൊക്കെ മാറ്റാൻ വേണ്ടി പറയണം. കന്നിക്കൂറാണ് കേട്ടോ. നല്ല ജോലി കിട്ടുന്നതിനും നല്ല രീതിയിലൊക്കെ പോകുന്നതിനും പ്രയോജനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ മിടുക്കനാണ്. എന്ത് കാര്യവും പറഞ്ഞ് സമർത്ഥിക്കാനൊക്കെ കഴിയുന്ന ആളാണ്. അപ്പൊ നല്ലോണം പഠിപ്പിച്ചോണം മോളെ. ഇവനെ എഴുതി പഠിപ്പിക്കുന്നത് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവനെല്ലാം അറിയാമെങ്കിലും ചിലപ്പോ പരീക്ഷയ്ക്ക് പോയിട്ട് എല്ലാം എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എഴുതി പഠിപ്പിക്കാൻ നോക്കണം. എഴുതി പഠിക്കുന്നതാണ് ഇവനെ സംബന്ധിച്ച് കൂടുതൽ നല്ലത്. അല്ലാതെ കുഴപ്പമൊന്നുമില്ല മോളെ. നല്ല പ്രയോജനകരമായ നേട്ടവും ജീവിതവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആവശ്യമില്ലാത്ത ആശങ്കകൾ മാറ്റിവെച്ച് മോള് മുന്നോട്ട് പോയാൽ മതി. ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള പീരീഡാണ്. അതുപോലെ നിങ്ങളും ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തി മുമ്പോട്ട് പോകാൻ നോക്കണം. നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായി മാറ്റിവെച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജോലി കിട്ടും. ഈ എക്സാം ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ടിട്ട് നമുക്ക് അറിയാവുന്നത് പോലും നമുക്ക് കൃത്യമായി എഴുതി ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായി മുന്നോട്ട് പോകാൻ വേണ്ടി മോള് നോക്കിക്കോണം കേട്ടോ. എന്ത് ചെയ്യുമ്പോഴും വളരെ ആലോചിച്ചും കരുതലോടും കൂടി ചെയ്യാൻ വേണ്ടി കൂടെ നോക്കിക്കോണം. ഇപ്പോഴത്തെ ഒരു ടൈം അങ്ങനെയാണ്. മോന് വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാണ്. തുളസിമാലയും അർച്ചനയും നെയ്വിളക്കും മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലവും നടത്തുന്നത് നല്ലതാ മോന്. അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കണം. മോക്ക് വേണ്ടി അയ്യപ്പ പ്രീതികരമായ കർമ്മങ്ങളിലേക്ക് ഒന്ന് തിരിയുന്നത് നല്ലതാ. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി അർച്ചനയും നീരാജനവും മാസത്തിലൊരു ശനിയാഴ്ച ദിവസം വീതം ഒരു കൊല്ലക്കാലം നടത്തുന്നത് നല്ലതാണേ. ശരി മോളെ, അങ്ങനെ ചെയ്യാൻ നോക്കിയാട്ടോ. ശരി. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.